ഹലോ ഫ്രണ്ട്സ്, യു കെയിൽ നമ്മൾ കഴിഞ്ഞ 12-ാം തീയതി വന്ന ഒരു വൈറ്റ് പേപ്പറിൻ്റെ ഷോക്കിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഗവൺമെൻറ് പുതിയൊരു പ്രഖ്യാപനവുമായിട്ട് ഇപ്പോൾ വരുന്നത്. യു കെയിലെ പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു ഇൻക്രിമെൻറ്റുമായിട്ട് ഗവൺമെൻറ് ഇപ്പോഴും മുന്നോട്ട് വന്നിരിക്കുന്നു. യു കെയിൽ പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും 3.6% തൊട്ട് 4.5% വരെ അവർ ഇൻക്രിമെൻ്റ് നൽകാനായിട്ട് ഈ വർഷം അവർ തീരുമാനിച്ചിരിക്കുന്നു. നമ്മളപ്പോൾ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യു കെയിലെ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സസിനും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് സാലറി ഇൻക്രിമെൻ്റ് കിട്ടുന്നതെന്ന്. യു കെയിലെ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സസിനുൾപ്പെടെയുള്ള അനുബന്ധ ജോലിക്കാർക്ക്, അതിൽ ഡോക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടില്ല, നേഴ്സസ് ഉൾപ്പെടെയുള്ള അനുബന്ധ ജോലിക്കാർക്ക് കിട്ടുന്ന പേ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6% ആണ്. ഉടനെ അടുത്ത ചോദ്യം വരും, ഈ ഒരു 3.6% കിട്ടിയിട്ട് നമുക്ക് എന്ത് സാലറിയിൽ എന്ത് കിട്ടാനാണെന്ന്. സംതിങ് ബെറ്റർ ദാൻ നത്തിങ് നമ്മൾ കേട്ടിട്ടില്ല. കഴിഞ്ഞ ഓരോ വർഷവും ഈ ഒരു ഇൻക്രിമെൻ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളുടെ സാലറിയിൽ ഒരു വർധനവ് വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാലറി ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHSൽ ജോലി ചെയ്യുന്ന നേഴ്സസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് 3.6%, ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റ്, ടീച്ചേഴ്സ്, അതേപോലെയൊക്കെ തന്നെ പ്രിസൺ സ്റ്റാഫ് ഇവർക്ക് 4% ഇൻക്രിമെൻറ്റും, അതേപോലെ തന്നെ ആംഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 4.5% ഇൻക്രിമെൻ്റ് ആണ് ഈ വർഷം ഇപ്പോഴും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് നേരത്തെ ഓഫർ ചെയ്തിരുന്നത് 2.8% ആയിരുന്നു. ആ ഒരു 2.8% ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പല യൂണിയനുകളും അടുത്ത സമരമൊക്കെ നടത്താനായിട്ട് പദ്ധതികളും പ്ലാനുമൊക്കെ ഇട്ടിരുന്നു. ഇത് ഗവൺമെൻറ്റിന് നല്ലപോലെ അറിയാമായിരുന്നു. കാരണം അവർ വരുന്നതിന് മുമ്പ് ഇവിടെ വലിയ ശക്തമായിട്ടുള്ള സമരങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം നടന്നിരുന്നത്. ഈ ഒരു 11 മാസത്തിനുള്ളിൽ, അതായത് ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് ഈ 11 മാസത്തിനുള്ളിൽ അവർ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോഴും ഇൻക്രിമെൻ്റ് നൽകുന്നത്. അതേപോലെയൊക്കെ തന്നെ നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന വെസ്റ്റ്രീറ്റിംഗ് പറഞ്ഞത് NHS സ്റ്റാഫിന് സാലറി ഇൻക്രിമെൻ്റ് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 11 മാസങ്ങളിൽ 2 പ്രാവശ്യം ഇപ്പോഴവർ പേ ഇൻക്രിമെൻ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും NHS സ്റ്റാഫിന് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് 3.6% ആണ്, ഡോക്ടേഴ്സിന് 4%. വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു ടീച്ചേഴ്സിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 615 മില്യൺ പൗണ്ടോളമാണ്. NHS സ്റ്റാഫിനും അതുപോലെയൊക്കെ തന്നെ മില്യൺ കണക്കിന് പൗണ്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഇവിടുത്തെ പേ റിവ്യൂ ബോഡിയുടെ ആ ഒരു ശുപാർശ ഗവൺമെൻറ് ഇപ്പോഴ് അക്സെപ്റ്റ് ചെയ്തു. പേ റിവ്യൂ ബോഡി പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റിന് മുകളിൽ നിൽക്കുന്ന ഒരു പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കണമെന്നാണ്. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് യു കെയിൽ 3.5% ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് മുകളിലുള്ള 3.6% നേഴ്സസിനും അതേപോലെയുള്ള ജോലിക്കാർക്കും ഇപ്പോഴ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡോക്ടേഴ്സിന് 4% ആണ്. പക്ഷെങ്കിൽ പല NHS നേഴ്സസിൻ്റെ ഇടയിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടേഴ്സിനെ പോലെയൊക്കെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു 4% തന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം NHS ഹോസ്പിറ്റലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെക്കാട്ടിൽ കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് സമൂഹമാണ്. ഇത് ഓഗസ്റ്റ് മുതലായിരിക്കും നമുക്ക് പേ സ്ലിപ്പിൽ വരുന്നത്. അതായത് നമുക്ക് സാലറിയിൽ നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാവുന്നത് അടുത്ത ഓഗസ്റ്റ് 2025 മുതലായിരിക്കും. പക്ഷേ അത് ബാക്ക് ഡേറ്റഡ് ഈ ഒരു ഏപ്രിൽ മുതലുള്ള സാലറി നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു അരിയർ കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരും. ഓഗസ്റ്റിലായിരിക്കും നമ്മുടെ സാലറിയിൽ ഈ ഒരു ഇൻക്രിമെൻറ്റ് വരുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർ എപ്പോഴും ഹാപ്പി ആവത്തില്ല. കാരണം എപ്പോഴും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, ഒരു 3.6% കിട്ടിക്കഴിഞ്ഞാൽ എന്താവാനാണ്. പക്ഷേ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഒരു നേഴ്സസിൻ്റെ സ്റ്റാർട്ടിങ് സാലറിയൊക്കെ ഒരു 31,000 വന്നിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആ വാർത്തകൾ ഞാനൊന്ന് വായിച്ച് കളിപ്പിക്കാം. യു കെയിലെ എല്ലാ NHS ജീവനക്കാർക്കും സ്വന്തം ശമ്പള അവലോകന ബോഡികളുടെ പ്രധാന ശമ്പള ശുപാർശകൾ ആരോഗ്യ സെക്രട്ടറി ഇന്ന് അംഗീകരിച്ചതിനാൽ ഡോക്ടേഴ്സ്, നേഴ്സുമാർ ഉൾപ്പെടെയുള്ള എല്ലാ NHS സ്റ്റാഫിനും തുടർച്ചയായി 2ാം വർഷവും ശമ്പള വർധനവ് ലഭിക്കും. കൺസൾട്ടൻറ്റുകൾ, സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, GPമാർ എന്നിവർക്ക് 4% സാലറി ഇൻക്രിമെൻ്റ് ലഭിക്കുന്നു. കൂടാതെ ദന്ത ഡോക്ടേഴ്സിനും
അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് കരാർ വർധനവ് ഇപ്പോഴ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ കരാറുകളുടെ ഭാഗമായി സംബന്ധിച്ച ശമ്പളമല്ലാത്ത ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിനായി ആരോഗ്യ സാമൂഹ്യ പരിപാലന വകുപ്പ് യൂണിയനുകളുടെ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്റ്റാഫ് ഗ്രൂപ്പുകളുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണ്. റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളത്തിൽ ശരാശരി 5.4% വർധനവ്, അതായത് 4% വർധനവും 750 പൗണ്ടിൻ്റെ ഏകീകൃത പേയ്മെൻറ്റും കൂടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നേഴ്സുമാർ, ഹെൽത്ത് വിസിറ്റർമാർ, മിഡ്വൈഫുകൾ, ആംബുലൻസ് ജീവനക്കാർ, പോർട്ടർമാർ, ക്ലീനർമാർ എന്നിവ അടങ്ങുന്ന അജണ്ട ഫോർ ചേഞ്ച് ജീവനക്കാരുടെ ശമ്പളത്തിൽ 3.6% വർധനവ് ഉണ്ടാകും. ഇതൊരു നേഴ്സിൻ്റെ പ്രാരംഭ ശമ്പളം 2022-23 27,055 നിന്ന് ഈ വർഷം ഏകദേശം ഒരു 31,050 ആയിട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് വെസ്റ്റ്ലീറ്റിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 4,000 പൗണ്ടിൻ്റെ വർധനവാണ് ഒരു സ്റ്റാഫ് നേഴ്സിന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണ്. എന്നിട്ട് പോലും NHS സ്റ്റാഫിന് ഈ ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കാനായിട്ട് അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ്. എന്തായാലും പേ റിവ്യൂ ബോഡിയുടെ ആ ഒരു ഓഫർ അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ NHS സ്റ്റാഫിന് ഇപ്പോഴ് 3.64% ആണ് ഇൻക്രിമെൻറ്റ് നൽകുന്നത്. ഇപ്പോൾ വെസ്റ്റ്ലീറ്റിംഗ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായിട്ട് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം 7.5 മില്യൺ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു 2 ലക്ഷമൊക്കെ കുറച്ച് കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് NHSലെ സ്റ്റാഫുകളുടെ ഹാർഡ് വർക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ NHS സ്റ്റാഫിൻ്റെ ഈ ഒരു ഇൻക്രിമെൻ്റ് പേ റിവ്യൂ ബോഡി ഓഫർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ വളരെയധികം ഹാപ്പിയാണ്. അതുകൊണ്ട് NHS സ്റ്റാഫും ഇനിയിപ്പോൾ ഹാപ്പി ആയിരിക്കും. അവർ വേറെ സമരത്തിനോ കാര്യത്തിനോ ഒന്നും പോകത്തില്ല എന്നൊക്കെ വിശ്വസിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ വലിയ രീതിയിൽ ആരും ഇപ്പോഴേ ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഒരു 3.6% ഇൻക്രിമെൻറ്റ് ഇപ്പോൾ ഉണ്ടെന്നുള്ള കാര്യം. കാരണം പല ആൾക്കാരുടെ ഇടയിലും എനിക്കൊന്നും അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോഴും അറിയില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും UK-യിലെ ഈ ഒരു പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ 3.6% തൊട്ട് 4.5% വരെ സാലറി ഇൻക്രിമെൻറ്റ് ലഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.